ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു ആണെങ്കിൽ ഒരു പാത്രത്തിൽ പൈപ്പ് തുറന്ന് വെള്ളം നിറക്കുക. ഈ സമയം വരുൺ, അമ്മേ ഇന്ന് നമ്മൾ വിചാരിച്ചതുപോലെ വലിയ കലഹം നടക്കും. ഗീതു വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. ഗോവിന്ദൻ്റെ തലവഴി കോരി ഒഴിക്കാൻ. അതേടാ, ഈ കാഴ്ച കാണാൻ നീ എല്ലാവരെയും വിളിച്ചിട്ടു വാ. എല്ലാവരും കാണട്ടെ അവരുടെ വഴക്ക്. ഈ വഴക്കുകൊണ്ട് അവരെ നമ്മൾ ഒരുപാട് നാണം കെടുത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം കേട്ടത് വരുൺ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. ഈ സമയം ഗോവിന്ദ് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ചെന്നു. എന്നിട്ട്, നിനക്ക് എൻ്റെ തലവഴി വെള്ളം കോരി ഒഴിക്കണമെങ്കിൽ നീ ഇത്ര കഷ്ടപ്പെട്ട് വെള്ളം നിറയ്ക്കണ്ട. ആ ഷവർ അങ്ങ് തുറന്നു വിട്, ഞാൻ നനഞ്ഞോളാം. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് ഷവറിൻ്റെ കീഴിൽ വെച്ച് എന്നെയും കൂടെ നനക്കാനുള്ള പരിപാടിയല്ലേ? സമ്മതിക്കില്ല ഞാൻ. കള്ള കണ്ണാ, ദേ ഞാനേ തലവഴി വെള്ളം കോരി ഒഴിക്കുമെന്ന് പറഞ്ഞാൽ സത്യ. എന്നാലേ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നനയാം, വാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഗീതുവിനെ കെട്ടിപ്പിടിക്കുക. ഈ കണ്ണേട്ടനൊരു നാണോ ഇല്ല. ഒന്ന് പോ കണ്ണേട്ടാ എന്നും പറഞ്ഞ് രണ്ടുപേരും പിന്നെ അടയും ചക്കരയായി. ഈ സമയമാണെങ്കിൽ നമ്മുടെ വരുൺ, അയ്യേ അമ്മേ, നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ വെറുതെയായി. എന്താ മോനെ, ദേ രണ്ടെണ്ണം അടയും ചക്കരയും പോലെ ഒട്ടി നിൽക്കുക. ബാത്റൂമിനകത്ത് രണ്ടെണ്ണം പ്രേമിക്കുക. അത് കേട്ടതും, ഷെടാ ഇനിയിപ്പോൾ എന്തു ചെയ്യും? എന്ത് പറഞ്ഞിട്ടാണോ അവൾ അവനെ മയക്കിയെടുക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ രാധിക. ഈ സമയം, അതെ ഞാനെങ്ങനെ അറിയും അമ്മേ ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന്? അപ്പം നമ്മുടെ രേഖ, അത് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ എന്നും ചോദിക്കുക. അത് കേട്ടതും വരുണും രാധികയും ഞെട്ടി. എന്താ രേഖ? അല്ലെങ്കിൽ തന്നെ രാധിക അമ്മയ്ക്ക് പണ്ടേ ഉള്ളതാ മറ്റുള്ളവരുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം. എന്നാൽ വരുണേട്ടനും അത് തുടങ്ങിയിട്ടുണ്ട്. ദേ, നിങ്ങൾക്കൊന്നും നാണമില്ലേ മറ്റുള്ളവരുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ, അതും കല്യാണം കഴിഞ്ഞവരുടെ? വല്ലാത്ത കഷ്ടം തന്നെയാണ്. ദേ, ഈ കാര്യം ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നറിയണോ? എൻ്റെ രേഖയെ, ഞങ്ങൾ അതിനൊന്നും ഒളിഞ്ഞു നോക്കിയതല്ല. എൻ്റെ മോൻ്റെ സങ്കടം എന്താണെന്ന് അറിയാതെ എനിക്കൊരു സമാധാനം ഇല്ല, ഉറക്കവും വരില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ടെൻഷൻ അടിച്ചത്, അല്ലാതെ വേറൊന്നും ഓർത്തിട്ടല്ല എന്നൊക്കെ പറയണം. കഷ്ടം തന്നെ. എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് രാധികാമ്മേ, ഇതൊക്കെ തെറ്റാ. എൻ്റെ മോൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ എവിടുന്ന് പൊയ്ക്കേ എന്നും പറഞ്ഞ് രാധിക രേഖയെ ആട്ടിപ്പായിക്കുക. ഈ സമയം നമ്മുടെ രേഖ അങ്ങ് പോയി. ഈ സമയം നമ്മുടെ വരുൺ, അമ്മേ ഇനി എന്ത് ചെയ്യും? രണ്ടുപേരും ഒന്നായല്ലോ, നമ്മൾ ആഗ്രഹിച്ചൊന്നും നടന്നുമില്ല. സാരമില്ല, നിരാശയോടെ പോകാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുണും രാധിക അങ്ങ് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിൻ്റെ രേഖയെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഗോവിന്ദ് ഉറക്കമുണർന്നിട്ട് ഉണരാത്ത പോലെ ഇങ്ങനെ കിടക്കുക അഭിനയിച്ചുകൊണ്ട്. അപ്പോൾ രേഖ, ഇനി അങ്ങനെ വിട്ടുകൊടുത്തൂടെ ചേച്ചി? ഇനി അതിനെ എൻ്റെ കൈ ഇനി അങ്ങനെ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കും. അപ്പോൾ ഗോവിന്ദ് ആലോചിക്കുക, ഈശ്വര എൻ്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുന്ന കാര്യമല്ലേ ഇവിളീ പറയുന്നേ? അപ്പോൾ നമ്മുടെ രേഖ, വേണ്ട ഗീതു, പാവം. അങ്ങനെ പാവമെന്നൊന്നും വിചാരിക്കണ്ട. ഇനി ഇത് ആവർത്തിച്ച അതിനെ ഞാൻ വെള്ളത്തിലിട്ട് മുക്കി കൊല്ലും. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ്, ഈശ്വര എന്നെ വെള്ളത്തിലിട്ട് മുക്കുന്ന കാര്യമല്ലേ ഇവിളീ പറയുന്നത്? ഇന്ന് ഞാനിവിടെ ശരിയാക്കും. എന്നാൽ ശരി ഗീതു, ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ശരി രേഖച്ചി എന്നും പറയാം. അങ്ങനെ രേഖ പോയി കഴിഞ്ഞതും ഗോവിന്ദ് ചാടി എഴുന്നേറ്റു. എടി, എന്നാലും നീ എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞില്ലേ? എപ്പോൾ? എന്നാലും നീ എന്നെ കൊല്ലാൻ വേണ്ടി ഇത്രയ്ക്ക് ദേഷ്യം കാണിച്ചുകൊണ്ട് നടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തൊക്കെയാണ് കണ്ണേട്ടാ ഈ പറയുന്നേ എന്നും ചോദിക്കുകയാണ് നമ്മുടെ ഗീതു. അല്ല, നീ ഇപ്പോൾ രേഖയോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഇനി ഞാൻ കുടിച്ചിട്ട് വന്നാൽ എൻ്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുമെന്നും ബക്കറ്റിലെ വെള്ളത്തിലിട്ട് മുക്കി എന്നെ കൊല്ലുമെന്നും. അതെ, ഞാൻ കണ്ണേട്ടനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ അടുക്കളയിൽ കുറേ നാളായി ഒരു എലി ഓടി കിടക്കുന്നു, അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എലിയുടെ കാര്യം പറഞ്ഞാണോ? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നീ എന്നെയാ പറയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല കണ്ണേട്ടാ, എൻ്റെ കണ്ണേട്ടനെ ഒരു പ്രാവശ്യം കുടിച്ചു എന്ന് കരുതിയൊന്നും എനിക്ക് അങ്ങനെ എൻ്റെ കണ്ണേട്ടനെ കൊല്ലാൻ പറ്റുമോ? എന്നെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുകയും എന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയതമനെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയുമോ? വല്ലപ്പോഴൊക്കെ കുടിച്ചു എന്ന് കരുതി ഈ ഗീതു ഒന്നും കണ്ണേട്ടന് ചെയ്യില്ല കേട്ടോ, ഒന്നും പറയത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്ന് കരുതി ഞാനത് ശ്രദ്ധിക്കാതിരുന്നാലേ എൻ്റെ കണ്ണേട്ടൻ എൻ്റെ പ്രിയപ്പെട്ടവനാ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എൻ്റെ കണ്ണേട്ടനെ അങ്ങനെ വല്ലതും ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു നീ എന്നെയല്ല പറഞ്ഞതെന്ന്. എന്നാൽ എൻ്റെ കള്ളക്കണ്ണനെ പോയി കുളിച്ചേ എന്നും പറഞ്ഞ് ഗീതു പറയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിലാസിനിയെയും പിന്നെ ഭദ്രനെയുമാണ്. അവർ രണ്ടുപേരുടെ അടുത്തേക്കും ഗീതു ചെല്ലുക. മോളെ, നീ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ? മുന്നറിയിപ്പ് തന്നിട്ട് വന്നാൽ ഇവിടെ കാണേണ്ടവരെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് മുന്നറിയിപ്പില്ലാതെ വന്നത്. അത് കേട്ടതും, അത് നീ എന്നെയല്ലേ മോളെ ഉദ്ദേശിച്ചത് എന്നും ഭദ്രൻ. പിതാശ്രീയല്ല,
ഇവിടത്തെ പുത്രശ്രീയെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, എവിടെ അവൻ? എവിടെ? ആര്? വിനോദ്. അവനെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് അവനിവിടെ ഇല്ലല്ലോ മോളെ. അവൻ അറയ്ക്കലല്ലേ? ഇന്നലെ അറയ്ക്കലിലേക്ക് വന്നവൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇതുവരെ തിരിച്ചെത്തിയില്ലേ അമ്മേ? അറയ്ക്കലിലേക്ക് അവൻ ഇന്നലെ തന്നെ പോയി അറയ്ക്കലിൽ നിന്നും. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. പ്രിയമായിട്ട് വഴക്കിട്ട് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയതാ. ഓ, അപ്പോൾ വല്ല കൂട്ടുകാരന്മാരോടൊപ്പം ഉണ്ടാവും. എൻ്റെ അമ്മേ, എന്നാലും വല്ലാത്തൊരു കഷ്ടം അവൻ്റെ കാര്യം. അവനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ പ്രിയ ഇന്നും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുക. ആ നിലവിളി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പേടിയാവുന്നു. എന്നെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് ഗോവിന്ദേട്ടനൊന്നും പറയാത്തത്. ഗോവിന്ദേട്ടൻ ഇതൊക്കെ അറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. എൻ്റെ മോളെ, അവൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റമുണ്ട്. മോൾക്ക് ഇപ്പോൾ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി. എൻ്റെ കാര്യമൊന്നും നോക്കാൻ ആരും ഇല്ലല്ലോ. ഈ കുടുംബത്തിലെ ചിലവൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് എനിക്ക് മാത്രമേ അറിയൂ. കയ്യിലാണെങ്കിൽ പൈസ എടുക്കാനുമില്ല. അത് കേട്ടതും അതെ, പിതാശ്രീയുടെ ദുഃഖവും മാറ്റാനും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനുമാണ് വിനോദിന് ശമ്പളം ഇത്തിരി കൂടുതൽ കൊടുക്കുന്നത്. ജോലിയൊന്നും അത്രയ്ക്ക് ചെയ്യുന്നില്ലെങ്കിലും അവൻ്റെ ശമ്പളത്തിന് ഒരു കുറവുമില്ല. ശമ്പളമൊന്നും കാര്യമായിട്ട് ഓഫീസിൽ നിന്നും കിട്ടുന്നില്ല എന്നാണല്ലോ മോളെ അവൻ പറഞ്ഞത്. ഈശ്വരാ, ശത്രുക്കൾ പോലും AGM-നെ കുറിച്ച് ഇങ്ങനെ പറയില്ല. ശമ്പളം ഇല്ല, കൊടുക്കാത്ത സ്ഥലമാണ് AGM എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതാരോട്ട് വിശ്വസിക്കത്തുമില്ല. അവനപ്പോൾ രണ്ടും കൽപ്പിച്ച കിട്ടുന്ന പൈസ മുഴുവനും എന്തൊക്കെയോ ചെയ്ത് അവൻ തീർക്കുക. അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗീതു. ആകെ ദേഷ്യപ്പെടും. അവനിങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, വെറുതെ വിടില്ല ഞാൻ അവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദ് വെങ്കടേഷിനെ കാണാനായിട്ട് പോവുക. അപ്പോൾ വെങ്കടേഷിനെ കാണാൻ ചെന്നതും നമ്മുടെ വെങ്കടേഷ്, വാ ഗോവിന്ദേ, ഞാൻ നിന്നെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനിരിക്കുമായിരുന്നു. എനിക്ക് നിന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. രഞ്ജുവിൻ്റെ ഡെലിവറി കഴിഞ്ഞതും ഞാനും രഞ്ജുവും അങ്ങ് അമേരിക്കയിലേക്ക് പോയിക്കോളാം. പിന്നെ ഞങ്ങൾ അവിടെ സന്തോഷമായിട്ട് ജീവിച്ചോളാം മോനെ. ധ്യാനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതിയല്ലോ. അങ്കിളെ, ഞാനും അങ്കിളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. എനിക്ക് അങ്കിളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. ആ കാര്യം പറയാതെ എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താ മോനെ? എന്താ അത് പിന്നെ രഞ്ജുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രസവത്തിൻ്റെ കാരണങ്ങളും ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അങ്കിളെ, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ രഞ്ജുവിന് അപ്പോഴേക്ക് രഞ്ജു വരിക. ഏട്ടാ, എന്താ ഏട്ടാ? ഒന്നുമില്ല മോളെ. എന്താ ഏട്ടൻ്റെ മുഖം അല്ലാതിരിക്കുന്നേ? അത് പിന്നെ ഞാനും ഗോവിന്ദും പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാ. അപ്പം ഞാനിവിടുന്ന് പോയി തരണമെന്നാ ഏട്ടൻ പറയുന്നതല്ലേ? എന്നാലും ഏട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? ഞാൻ അച്ഛൻ്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഏട്ടൻ എന്നോട് ഒന്ന് ചിരിക്കുകയോ എന്നെ ഒന്ന് സ്നേഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്താ ഏട്ടന് എന്താ പറ്റിയേ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് പോയി രഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു. രഞ്ജുവിൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. ഒരിക്കലും ഇല്ല മോളെ, ഈ ഏട്ടന് നിന്നോട് എന്നും ഇഷ്ടം തന്നെയാണ്. നീ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി തന്നെയാണ്. നിന്നൊരിക്കലും ഈ ഏട്ടന് തള്ളിക്കളയാൻ കഴിയില്ല എന്നും പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. ആ കാഴ്ച കണ്ടതും വെങ്കടേഷ്, ഒരിക്കലും എൻ്റെ മകൾ അനാർക്കലിയുടെ മകളാണെന്ന് ഗോവിന്ദ് അറിയരുത്. അങ്ങനെ അറിഞ്ഞാൽ എൻ്റെ മകൾക്ക് കിട്ടുന്ന ഈ സ്നേഹം ഇല്ലാതെയാകും എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം സാരമില്ല ഏട്ടന് സങ്കടമായില്ലേ, ഞാൻ മാറിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു അങ്ങ് പോവുക. എൻ്റെ മോള് ഭാഗ്യം ചെയ്തവളാ, പുണ്യം ചെയ്തവളാ. അതുകൊണ്ടാണ് ഇത്രയും നല്ല മനസ്സുള്ള ഒരു ഏട്ടനെ എൻ്റെ മോൾക്ക് കിട്ടിയത്. എൻ്റെ മോള് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. അത് കേട്ടതും ഇല്ല അങ്കിളുടെ മോള് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവളല്ല, ഭാഗ്യം കെട്ടവളാ. അത് കേട്ടതും എന്താ മോനെ, എന്താ അങ്ങനെ പറഞ്ഞത്? അവൾക്കൊരസുഖം അങ്കിളെ. എനിക്ക് പോലും അത് അങ്കിളോട് തുറന്നു പറയാൻ സങ്കടമുണ്ട്. ഓരോ ദിവസം തോറും അവൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പ്രസവശേഷം ആ ഒരു അസുഖം ഡേഞ്ചറാകാമെന്ന് വരെ ഡോക്ടർ പറഞ്ഞു. ഈ ഗർഭകാലത്ത് മുഴുവനും അവളുടെ രോഗം ഒരുപാട് കൂടുതലാവും. അങ്ങനെ അവളെ മരണത്തിന് കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് തന്നെ ഒക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. പറയുമ്പോൾ നാവിടർന്നു, ശബ്ദം പുറത്തു വരുന്നില്ല. അത്രയ്ക്ക് ഹൃദയം നുറുകുന്ന വേദനയോടെ ഗോവിന്ദ് കഥകളെല്ലാം നമ്മുടെ വെങ്കടേഷിനോട് പറയുകയാണ്. അത് കേട്ടതും വെങ്കടേഷ് അവിടെ തളർന്നിരുന്നു, ചങ്ക് പൊട്ടി കരഞ്ഞു. എനിക്കറിയില്ല എൻ്റെ ഈശ്വര, എൻ്റെ മോൾ എന്ത് പാപം ചെയ്തിട്ടാ, എന്ത് തെറ്റ് ചെയ്തിട്ടാ അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല.
ഞാൻ ചെയ്ത എന്തൊക്കെയോ പാപം കൊണ്ടായിരിക്കോ അവൾ ചിലപ്പോൾ ഈ അനുഭവിക്കുന്നത്. അതെ, ഞാൻ ചെയ്തു കൂട്ടിയ എന്തൊക്കെയോ പാപങ്ങൾ എൻ്റെ മോൾ അനുഭവിക്കുകയാണല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വെങ്കടേഷ് പറഞ്ഞുകൊണ്ട് കരയുക. അത് കേട്ടതും ഗോവിന്ദ്, ഇല്ല അങ്കളെ, ഒരിക്കലുമില്ല. അങ്കിളുടെ ഭാര്യ, അതായത് അവളുടെ അമ്മ അനാർക്കലി ചെയ്ത തെറ്റുകളെല്ലാം ചോരപ്പുഴയായിട്ട് ഒഴുക്കിയ പാപങ്ങളെല്ലാമാണ് രഞ്ജുവിൻ്റെ തലയിൽ വന്ന് വീണത്. അതാണ് പാവം എൻ്റെ അനിയത്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ലിയെയും ഭാസ്കരനെയുമാണ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗീതുവിൻ്റെ വേഷത്തിൽ മാർഗഴി എത്തി. എന്തായാലും കലക്കി. ആ വൃത്തികെട്ട സാരി ഉടുക്കുന്നതിനേക്കാൾ നല്ലതാ ഈ ഡ്രസ്സ്. പക്ഷേ ഈ കണ്ണിലിരിക്കുന്ന സാധനമാണൊന്നും ഇതാക്കാൻ പറ്റത്. എൻ്റെ ദൈവം, എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കുക. ഈ സമയമാണെങ്കിൽ അനാർക്കലി, അതെന്തായാലും നിനക്ക് പരിചയം ആയിക്കോളും മാർഗഴി, നീ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറയാം. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഭാസ്കരൻ, അതെ ഇപ്പം ഗീതു അവളുടെ വീട്ടിൽ പോയിരിക്കുക, ഗോവിന്ദാണെങ്കിൽ ഓഫീസിലേക്കും. ഈ സമയമാണ് നിനക്ക് പറ്റിയ സമയം. നീ കൃത്യസമയത്ത് ഇപ്പം അങ്ങോട്ട് കയറി ചെന്നാൽ നിന്നെ കണ്ട ആർക്കും മനസ്സിലാവില്ല. മാർഗഴിയാണോ ഗീതുവാണോ എന്നറിയാതെ രാധികയും വരുണും പോലും ടെൻഷനായി പോവും. അതുകൊണ്ട് നീ ഇപ്പം ചെല്ല്, എന്നിട്ട് അവിടെ ചെന്നു ബാക്കി കാര്യങ്ങൾ നടത്ത്. എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യണ്ട, നിനക്ക് വേണ്ടി ചെയ്താൽ മതി. എനിക്ക് വേണ്ടിയോ? പിന്നെ എനിക്ക് വേറെ പെണ്ണിൻ്റെ വേഷം കെട്ടണമെന്ന് ഞാനിങ്ങനെ മുട്ടി നടക്കുമല്ലേ എന്ന് മാർഗഴി. അത് കേട്ടതും, അല്ല എന്നാലും നിനക്കല്ലേ അതിൻ്റെ ഗുണം. പിന്നെ ഒരു 5 കോടി ഉലുവ തന്നൊന്നും പറഞ്ഞ് എനിക്ക് ഭയങ്കര ഗുണമല്ലേ, പിടിച്ചാലേ പിന്നെ ഇത് ജാമ്യമില്ല കേസാ, അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയുക. അത് കേട്ടതും, ശരി നിനക്ക് വേണ്ടി തന്നെ, എന്നാൽ പോരെ, അങ്ങനെ വഴിക്ക് വാ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യമായിട്ട് ചങ്ങ് പോകും. അത് കേട്ടതും നമ്മുടെ അനാർക്കലി, ശരി നീ പറക്കലിലേക്ക് ചെല്ലുക, ഞാൻ നിന്നെ കൊണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെടുക. ഈ സമയം നമ്മുടെ വരുൺ, ആ മാർഗം കളി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ വിളിച്ചു പറയാത്തത്? എടാ മാർഗം കളിയല്ലടാ മാർഗഴി. അതെനിക്കറിയാം, അവളെ മനഃപൂർവ്വം ഒരു മാർഗ്ഗം ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ട അന്ന് മുതൽ തുടങ്ങിയത് അവൾക്ക് എന്നെ കണ്ട് ചൊറിയാൻ, എൻ്റെ മെക്കിട്ട് കയറാൻ. അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ വെറുതെ വിടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവളെ മനഃപൂർവ്വം ദേഷ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ അവളെ മാർഗം കളിയെന്ന് വിളിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ, ഗീതു എന്നല്ലേ വിളിക്കാൻ പറ്റൂ. ഗീതു എന്ന പിശാചും ഗീതുവിൻ്റെ മുഖമുള്ള മാർഗം കളി എന്ന പിശാചും ഒരേ സ്വഭാവക്കാരാന്ന് തോന്നുന്നു. രണ്ടെണ്ണത്തിനും എന്നെ കണ്ടൂടാ. എനിക്കും അങ്ങനെ തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. എന്നാലും നിൻ്റെ അച്ഛൻ വിളിച്ചില്ലല്ലോടാ. അപ്പോഴാണ് ഭാസ്കറിൻ്റെ കോൾ വരുന്നത്. ഹലോ ഭാസ്കരേട്ടാ. ദേ രാധികയും മാർഗഴി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ മാർഗഴി അവിടെ എത്തും. മാർഗഴി അവിടെ എത്തിക്കഴിഞ്ഞാൽ മാർഗഴി എന്നുള്ള രീതിയിലല്ല, ഗീതു എന്നുള്ള രീതിയിൽ വേണം നീ അവളോട് സംസാരിക്കാൻ. അവൾക്ക് ധൈര്യം കൊടുക്കണം. അങ്ങനെ ധൈര്യം കൊടുത്താൽ മാത്രമേ അവൾ ഗോവിന്ദൻ്റെ മുറിയിലേക്ക് പോകൂ. ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ നിൻ്റെ ഒരു ഇത് അവൾക്ക് വേണം, മനസ്സിലായല്ലോ? നിൻ്റെ കൈയുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും പേടിയില്ലാതെ അവിടെ നിൽക്കും. ശരി ഭാസ്കരേട്ടാ, ശരി ഞാൻ അങ്ങനെ ചെയ്തോളാം. എന്നാൽ വരുണ്ടേലും ഫോൺ കൊടുത്തേ. എന്താ അച്ഛാ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, വെറുതെ അവളോട് വഴക്ക് കൂടരുത്. ശരി അച്ഛാ. അങ്ങനെ വഴക്ക് കൂടിയ അവളുടെ സ്വഭാവത്തിന് അവൾ അവിടെ വെച്ച് എല്ലാം വിളിച്ചു പറഞ്ഞ് ചിട്ടേച്ച് പോരും. പിന്നെ നമ്മുടെ ലക്ഷ്യമൊന്നും നടക്കത്തുമില്ല. ശരി അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുണും ഫോൺ കട്ട് ചെയ്യുക. അമ്മേ, അപ്പം മാർഗം കളി ഇങ്ങോട്ട് വരും. മാർഗം കളി വന്നു കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് നിൽക്കാം അല്ലേ അമ്മേ? പക്ഷേ എന്തായാലും നമ്മുടെ ലക്ഷ്യം അത് ഉറപ്പായിട്ട് നടപ്പാക്കണം. വരുൺ, ഞാനൊരു കാര്യം പറഞ്ഞു, മാർഗഴിക്കും ഗീതുവിനും എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കണ്ണനൊരാപത്ത് സംഭവിക്കരുത്, കേട്ടല്ലോ? ശരി അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണിങ്ങനെ ശരിയെന്ന് പറയുക. ഈ സമയം ഭാസ്കരൻ, എൻ്റെ രാധികയെ ഗീതുവിനെ പോലീസിൽ പിടിച്ചു കൊടുക്കും ഞാൻ. എന്തിനാണെന്നറിയാമോ? ഗോവിന്ദനെ കൊന്നതിൻ്റെ പേരിൽ. ഗോവിന്ദനെ കൊന്ന് ഗീതുവും മാർഗഴിയും ഒരേ സമയം പോലീസ് സ്റ്റേഷനിലാകുമ്പോൾ, ജയിലിലാകുമ്പോൾ നീ അറിയുന്നില്ലല്ലോ, നിൻ്റെ വളർത്തുമകനോടുള്ള സ്നേഹമാണ് നിന്നിൽ നിന്നും ഞങ്ങളെല്ലാം മറച്ചു വെച്ചത്. ഇനി ഒരിക്കലും നിന്നോടൊന്നും തുറന്നു പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇനി എന്ത് സംഭവിച്ചാലും നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഗോവിന്ദേ, ഗീതുവിനെ വെച്ച് മാർഗഴിയെ വെച്ച് ഞങ്ങൾ കളി തുടങ്ങിക്കഴിഞ്ഞു. ഇനി നിനക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അരക്കൽ തറവാട്ടിൽ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുക്കാൻ ഞാനും അനാർക്കലിയും വരുണും കൂടെ ചേർന്ന് കളി ആരംഭിച്ചു തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന വെങ്കടേഷിനെയാണ്. ചങ്ക് പൊട്ടി കരയുക, കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. എൻ്റെ മോളുടെ കാര്യം ഓർത്ത് എനിക്ക് പേടിയാവുന്നു ഗോവിന്ദ്. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. സാരമില്ല അങ്കളെ, ശരിയാവും മോനെ. ഈ രോഗം മാറ്റാൻ ദൈവങ്ങൾക്ക് കഴിയും. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ രഞ്ജുവിൻ്റെ രോഗം മാറിയാലോ? എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല അങ്കളെ. മെഡിക്കൽ സയൻസിന് പോലും മാറ്റാൻ പറ്റാത്ത രോഗം
മുകളിലിരിക്കുന്ന ദൈവത്തിന് എങ്ങനെ മാറ്റാൻ പറ്റും മോനെ. അത്ഭുതങ്ങൾ ഒരുപാട് നടക്കും. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പല അമ്പലങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും മരിച്ചവർ വരെ എഴുന്നേറ്റ് വരുന്ന ഒരു രംഗങ്ങൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് മോനെ. ചിലപ്പോൾ എൻ്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം. എനിക്ക് ആ വിശ്വാസമൊന്നും ഇല്ലങ്ങളെ മോനെ. പണ്ട് ഇതുപോലെ മോൻ്റെ അമ്മയും അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ അവൾ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. എന്നാൽ ഒരു സ്വാമി ഉണ്ടായിരുന്നു തക്കലയിൽ. ആ സ്വാമിയുടെ സിദ്ധവൈദ്യം കൊണ്ടാണ് വിജയലക്ഷ്മി ഇന്നും ജീവനോടെ ഇരിക്കുന്നതും നിന്നെ തിരിച്ചറിഞ്ഞതും. അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.